ദൈവമേ സ്തുതി. ശക്തിയോടുകൂടെ ഉത്സാഹത്തോടുകൂടി പറഞ്ഞ ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഈ 1 മണിക്കൂർ സമയം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ അമ്മ കുടുംബജീവിതം നയിച്ച ഒരു സ്ത്രീയാണ്. നാമെല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്, കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ കുടുംബനാഥ എന്ന പേരിൽ പരിശുദ്ധ അമ്മയെ ദൈവം തന്നു. പരിശുദ്ധ അമ്മയിൽ നിന്ന് കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. തിരുക്കുടുംബത്തിൻ്റെ നാഥയായ പരിശുദ്ധ കന്യകാ മറിയം ഇന്ന് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് ഈ ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 52 വരെയുള്ള വചനഭാഗങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 52 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഹല്ലേലൂയ. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഒരു വചനഭാഗത്തിലാണ്. ഈ വചനഭാഗത്ത് നിന്നുകൊണ്ട് മറ്റു ചില വചനങ്ങളിലേക്കും നമ്മൾ കടന്നു പോകും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം സമയം വളരെ കുറവാണ്. ഒത്തിരി പരത്തി പറയുവാനൊന്നും സാധിക്കുകയില്ല. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങിയിട്ടുള്ളവർ പതിവ് പോലെ പുറകോട്ട് മാറിയിട്ട് കുമ്പസാരിക്കുവാനൊക്കെ ആയിട്ട് പോകാവുന്നതാണ്. പക്ഷേ ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിരുന്ന് കുമ്പസാരിക്കുവാനായിട്ട് പോകാനായിട്ടുള്ളവർ തന്നെയാണേലും ശ്രദ്ധിച്ചിരുന്ന് വചനം കേൾക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഹല്ലേലൂയ. ഉയർന്ന സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇത്തിരി കൂടി ഉത്സാഹത്തോടു കൂടി പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി ഹല്ലേലൂയ. കുറച്ചുകൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ഒരു പതിവ് ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുകയാണ്. കുടുംബങ്ങളുടെ നാഥ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ഒരു പതിവ് ഉണ്ടായിരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 41-ാം വചനം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 41-ാം വചനം ചേർന്ന് വായിച്ചേ. ആ 42-ാം വചനത്തിൽ പറയുകയാണ്, അവന് 12 വയസ്സായിരുന്നപ്പോൾ, ബാക്കി പറഞ്ഞേ, പതിവനുസരിച്ച് അവർ ദേവാലയത്തിലേക്ക് പോയി, ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിത മാതൃകയിലൂടെ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, പതിവ്, പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്, ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു പതിവ്, ബലിയർപ്പിക്കുന്ന ഒരു പതിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ, ഒരു അപ്പൻ്റെ ജീവിതത്തിൽ, ഒരു അമ്മയുടെ ജീവിതത്തിൽ, ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൽ, ഒരു ഭാര്യയുടെ ജീവിതത്തിൽ ബലിയർപ്പിക്കുന്ന ഒരു പതിവ്, പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്, വചനം വായിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനഭാഗത്തിൽ നാം കണ്ടു, ഈശോയ്ക്ക് 12 വയസ്സുണ്ടായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ഉണ്ണീശോയെയും കൂട്ടി ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് പോയി, പെസഹ തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ട് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് ചോദിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പതിവ് ഉണ്ടോ?
എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പതിവുണ്ടോ? ദിവസവും വൈകുന്നേരങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ ഭാര്യ ഭർത്താവിനോട് ചേർന്ന്, മാതാപിതാക്കളെ മക്കളോട് ചേർന്ന് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നിന്റെ കുടുംബത്തിലുണ്ടോ? ദൈവം ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവം ചോദിക്കുകയാണ്, കുഞ്ഞുമക്കളോട് ചേർന്ന് വചനം വായിക്കുന്ന ഒരു പതിവ്, കുഞ്ഞുമക്കളോട് ചേർന്ന് ആഴ്ചയില് ഞായറാഴ്ച ദിവസങ്ങളില് ബലി അർപ്പിക്കുവാനായിട്ട് തന്റെ മക്കളോട് ചേർന്ന് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു പതിവ്, അത് നിങ്ങളുടെയും എന്റെയും ഒക്കെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ പതിവ് നഷ്ടപ്പെട്ടോ അവിടെ പിശാച് കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം പതിവനുസരിച്ച് ഏദൻ തോട്ടത്തിൽ ഉലാത്തുവാൻ വരുന്നു. എന്നാൽ പതിവിന് വിപരീതമായിട്ട് ആദവും ഹവ്വായും തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ഉലാത്തുവാൻ വരാതിരുന്നപ്പോൾ മനസ്സിലാക്കുക, പിശാച് കടന്നു വന്നു. പതിവിന് വിപരീതമായിട്ട് ശപിക്കപ്പെടുന്ന ഓരോ കുടുംബത്തിലേക്കും പിശാച് കടന്നു വരുന്നു. സാത്താന് അധികാരം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, ദൈവത്തോട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പതിവ്, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു പതിവ് അതെന്റെ കുടുംബത്തിലുണ്ടായിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഉയർന്ന സ്വരത്തിൽ, കർത്താവായ ദൈവമേ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള, പ്രാർത്ഥിക്കുവാനുള്ള ഒരു പതിവ് എന്റെ കുടുംബത്തിൽ അങ്ങ് നൽകണമേ, എന്റെ ജീവിതത്തിൽ അങ്ങ് നൽകണമേ. നിരന്തരം ബലിയർപ്പിക്കുവാനുള്ള, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള വലിയൊരു പതിവ് എന്റെ സ്വഭാവത്തിൽ അങ്ങ് വയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പതിവ്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു പതിവ്, കുഞ്ഞുങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു പതിവ്, വചനം സംസാരിക്കുന്ന, വചനം പറയുന്ന, വചനം വായിക്കുന്ന ഒരു പതിവ് എൻ്റെ കുടുംബത്തിലുണ്ട് എങ്കിൽ ദൈവം കാത്തുകൊള്ളും, ഇല്ല എങ്കിൽ തകരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ കൂടാതെ എന്തെങ്കിലും നേടുവാൻ സാധിക്കുന്നു എന്ന് വിചാരിച്ചാൽ ഓർക്കുക, സാധ്യമല്ല. ഈശോയെ ഉപേക്ഷിച്ചു പോയി ശിഷ്യന്മാര്. ഈശോ മരിച്ചു കഴിഞ്ഞ് പത്രോസ് തന്റെ കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൊണ്ടുപോയിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഈശോ വന്ന് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് അതേ ദൈവം, അതേ യേശുക്രിസ്തു പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരുന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ പോയില്ലേ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സമയമില്ലാതെ നിങ്ങൾ ഒത്തിരിയേറെ ആഴ്ചകൾ കഴിച്ചുകൂട്ടിയില്ലേ? കുടുംബ പ്രാർത്ഥനയില്ലാതെ കുറേയൊക്കെ ദിവസങ്ങൾ നിങ്ങൾ തള്ളി നീക്കിയില്ലേ? വചനം വായിക്കാതെ കുറേയൊക്കെ സമയങ്ങൾ നിങ്ങൾ തള്ളി നീക്കിയില്ലേ? എന്നിട്ട് നിങ്ങളുടെ കൈവശം ഇപ്പോൾ എന്താ ഉള്ളത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ദൈവം ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നുവോ അവന്റെ എല്ലാം ജീവിതത്തില് വലിയ തളർച്ച, വലിയ തകർച്ച, ഒന്നുമില്ലാത്തൊരവസ്ഥ. ദിവസം മുഴുവൻ അധ്വാനിച്ചു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, പക്ഷെ ഒന്നുമില്ല. സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച് ദൂരദേശത്ത് സിംഗപ്പൂരൊക്കെ വന്ന് ഒത്തിരിയേറെ കഷ്ടപ്പെടുകയാണ് കുടുംബത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ, കടത്തിനുമേൽ കടം, സന്തോഷമില്ല. എല്ലാമുണ്ട്, പക്ഷെ സന്തോഷമില്ല, ഉത്സാഹമില്ല. കാരണം ഇതാണ്, ദൈവത്തെ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തില് ബാബേൽ ഗോപുരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തില്
ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പറയുന്ന ഇതാണ്: ജനം ഇപ്രകാരം തീരുമാനിച്ചു, നാം നമ്മുടെ തന്നെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മണ്ണ് കുഴച്ച് ഇഷ്ടിക ചുട്ടെടുക്കും, എന്നിട്ട് വലിയൊരു ഗോപുരം പണിയും, ആകാശം മുട്ടി നിൽക്കുന്ന, സ്വർഗം വരെ എത്തി നിൽക്കുന്ന ഒരു ഗോപുരം ഞങ്ങൾ പണിയുമെന്ന് പറഞ്ഞ് അവർ പോകുകയാണ്. അവസാനം കാണുന്നുണ്ട്, ദൈവം അവരെ ചിതറിച്ചു കളഞ്ഞു. ദൈവം അവരെ ചിതറിച്ചു കളഞ്ഞു. ബൈബിളിൽ പറയുകയാണ്, ആകാശം, സ്വർഗം തൊട്ട് നിൽക്കുന്ന ഒരു കൂടാരം പണിയുവാനായിട്ട്, ഒരു ഗോപുരം പണിയുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ബാബേൽ ജനതയെ ദൈവം ചിതറിച്ചു കളഞ്ഞു. കാരണം ദൈവത്തെ ഉപേക്ഷിച്ചു. സ്വർഗം മുട്ടി നിൽക്കുന്ന ഗോപുരം, അതായത് ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉയർന്ന സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് സ്വർഗം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ സ്വർഗത്തിൽ പോകുവാനായിട്ട് ആഗ്രഹിച്ചു. കുടുംബ പ്രാർത്ഥന ഇല്ലാതെ സ്വർഗം സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ചു. വചനം പഠിക്കാതെ സ്വർഗത്തിൽ പോകുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ എന്തു പറ്റി? ദൈവം കടന്നു വന്നിട്ട് പറഞ്ഞു, ചിതറിച്ചു, ചിതറിക്കപ്പെട്ടു. അവരുടെ ഭാഷകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവരുടെ ഭാഷകൾ തമ്മിൽ പൊരുത്തപ്പെടാതെയായി. ഹല്ലേലൂയ. കെട്ടിടം പണിയുക, ഗോപുരം പണിയുക, പക്ഷെ ഭാഷകളോട് തമ്മിൽ ഐക്യമില്ലാതെയായി. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്നത് അതല്ലേ? അപ്പം പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് അപ്പനും അമ്മയ്ക്കും മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിനും, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും മനസ്സിലാകുന്നില്ല. ചിതറിക്കപ്പെട്ടു, ചിതറിക്കപ്പെട്ടു. ദൈവം ചിതറിച്ചു. ദൈവത്തിൽ ശ്രദ്ധ വയ്ക്കാത്തവനെ, ദൈവത്തിലേക്ക് തിരിയാത്തവനെ, അവന്റെ ജീവിതത്തിൽ ചിതറിക്കപ്പെട്ട ഒരു അനുഭവം, പരസ്പരം മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരു അനുഭവം, വിഭാഗീയത കടന്നു വന്നു, വിഭജനം സംഭവിച്ചു. മാതാപിതാക്കളും മക്കളും തമ്മിൽ കണ്ടുമുട്ടിയാൽ വഴക്ക്. മക്കൾക്ക് അപ്പനെ സ്നേഹിക്കുവാൻ പറ്റുന്നില്ല, അമ്മയെ സ്നേഹിക്കുവാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കളെ പുറത്തു വലിച്ചെറിയുന്നു. കാരണം ഇതാണ്, ദൈവത്തോട് ചേർന്ന് നിന്നില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യോഹന്നാൻ 15:11. 15-ന്റെ 4, 11 അല്ല 4 വായിച്ചേ. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. വചനം 6. ഉയർന്ന സ്വരത്തിൽ വായിച്ചേ. എന്നിൽ വസിക്കാത്തവൻ മുറിഞ്ഞ ശാഖ പോലെയാണ്. വീണ്ടും വചനം 7. നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ വേണോ? ഈശോയിൽ വസിക്കുക. കുടുംബം രക്ഷപ്പെടണോ? ഈശോയോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർക്കുള്ള ലേഖനം അധ്യായം 4, ഫിലിപ്പി 4:13 വചനം. വായിച്ചേ. ഒന്നുകൂടി വായിക്കാവോ ഉയർന്ന സ്വരത്തിൽ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതേ ദൈവം പറയുകയാണ്, നിന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ സാധിക്കും. ശക്തനാക്കുന്നവൻ ദൈവമാണ്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദശാംശം കൊടുക്കണം ദൈവത്തിന്. ഹല്ലേലൂയ. ദശാംശം കൊടുക്കണം എന്ന് പറയുമ്പോൾ സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെടുത്തി മാത്രം ചിന്തിക്കരുത്. സാമ്പത്തിക മേഖലയിൽ നമുക്ക് ദൈവം തന്ന അനുഗ്രഹത്തിന്റെ 10-1 ദൈവത്തിന് കൊടുക്കണം. $1000 കിട്ടിയാൽ അതിനകത്ത് $100 ദൈവത്തിൻ്റെതാണ്. എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കൊടുക്കണം, ദൈവത്തിനായിട്ട് കൊടുക്കണം.
അതോടൊപ്പം തന്നെ ഓർക്കുക, സമയത്തിന്റെ ദശാംശം കൊടുക്കണം. സമയത്തിന്റെ ദശാംശം കൊടുക്കണം. 24 മണിക്കൂർ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറിന്റെ 1/10 ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഒരുപക്ഷെ നമ്മൾ വീടെല്ലാം വിട്ട് ഇത്ര ദൂരദേശത്ത് വന്നിട്ട് അധ്വാനിക്കുകയാണ് കുടുംബത്തെ പണിതുയർത്തുവാനായിട്ട്. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നാൽ അഭിഷേകം കിട്ടും. ഇല്ല എങ്കിൽ ഒന്നുമില്ല. പല കുടുംബങ്ങളും തകർന്നു പോകുവാനുള്ള കാരണം ഇതാണ്. അധ്വാനിക്കുന്നില്ല, ഉണ്ട്. ചിലരൊക്കെ ഉറങ്ങുന്നില്ല, നിരന്തരം അധ്വാനിക്കുന്നു. ഭാര്യ ഭർത്താവ് അധ്വാനിക്കുന്നു, അവസാനം കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. പറയുകയാണ് കടാണ്, അച്ഛാ ഭയങ്കര കടാ, എന്നും കടം, എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇല്ല. കാരണം ദൈവത്തെ ഉപേക്ഷിച്ചു. എന്നെ കൂടാതെ എന്തെങ്കിലും നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവം ചോദിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പതിവുണ്ടായിരിക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പതിവുണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 48-ാം വചനം. 48-ാം വചനം ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ഇതിന് എന്താണെന്ന് മനസ്സിലായി കാണില്ല, എനിക്കറിയാം. ഇവിടെ ദൈവം, പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്, കുടുംബത്തില് നല്ലത് സംസാരിക്കുന്ന ഒരു പതിവുണ്ടായിരിക്കണം. നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന നല്ല ഒരു സംസാര രീതി, വിലകെട്ടത് പറയാത്ത ഒരു രീതി എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുക. ഇവിടെ നോക്കിക്കേ, ഈശോ, ബൈബിളിന്റെ ഈ വചനഭാഗം നിങ്ങൾക്കറിയാം. ലൂക്കായുടെ സുവിശേഷത്തിന് 41 മുതലുള്ള ഭാഗത്ത് കാണുന്ന ഇതാണ്: ഈശോയൊപ്പം ഇവര് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട്, പെസഹ തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഈശോ 3 ദിവസത്തെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈശോ കൂടെ ഇല്ല എന്ന്. അവസാനം അന്വേഷിച്ചു പോയി കണ്ടെത്തി. 3-ാം ദിവസം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിക്കുകയാണ്. ഒന്നുകൂടി വായിച്ചേ. അവന്റെ അമ്മ അവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ? മകനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണത്തിന്, ഇവിടെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നു. പ്രായപൂർത്തിയായ കൊച്ചാണ് മോൻ. നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മോൻ എത്തിയിട്ടില്ല. നിങ്ങൾ വിചാരിച്ച് ബസ് വന്നിട്ടുണ്ട്, അതിനകത്ത് കാണും എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. മറ്റുള്ളവരുടെ കൂടെ കാണുമെന്നൊക്കെ വിചാരിച്ച് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായത് നിങ്ങളുടെ മോൻ വീട്ടിലെത്തിയിട്ടില്ല. വലിയ ടെൻഷൻ, ആവലാതി, അന്വേഷിച്ചലഞ്ഞ് തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ആ കൊച്ച് ഇങ്ങനെ സലിമച്ചനുമായിട്ടൊക്കെ അല്ലെ ബോബി അച്ഛനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നും? പറഞ്ഞേ, നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എൻ്റെ മകനെ എന്നും പറഞ്ഞ് സംസാരിക്കുമോ? പറഞ്ഞേ ഇല്ല. നമ്മൾ വിളിക്കും, മകനെ എന്ന് വിളിക്കും. പക്ഷെ അതിനു മുമ്പ് വേറെ എന്തെങ്കിലുമൊക്കെ കാണും. ശരിയാണോ അല്ലയോ? ശരി. ഹല്ലേലൂയ. ഓർക്കുക, കുടുംബത്തിൽ നല്ല സംസാരം ഉണ്ടായിരിക്കുക. ഹല്ലേലൂയ. വിലകെട്ടത് പറയരുത്. മോശമായ കാര്യങ്ങൾ നാവിൽ നിന്നും വീഴരുത്. ഹല്ലേലൂയ. വിലകെട്ടത് പറയാതെ സത്വചനങ്ങൾ സംസാരിച്ചാൽ നീ എൻ്റെ നാവായിട്ട് മാറും. ജെറമ്യാ പ്രവചനം 15:19 വായിച്ചേ. ജെറമ്യാ പ്രവചനം 15:19. വിലകെട്ടത് പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും.
വിലകെട്ടത് പറയരുത്, മോശമായ കാര്യങ്ങൾ പറയരുത്, പാപച്ചുവയുള്ള അശ്ലീല വാക്കുകൾ, തെറി പറയുന്ന സ്വഭാവം. ചില വീടുകളിലൊക്കെ ഉണ്ട്, അപ്പനെപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കും, വാ തുറന്നാല് തെറി പറയും. കൊച്ചുങ്ങളെന്തെങ്കിലും കാണിച്ച് ഉടനെ ദേഷ്യമായി, തെറിയായി. ബൈബിൾ പഠിപ്പിക്കുകയാണ് വിലകെട്ടത് പറയരുത്. കുടുംബത്തില് വിലകെട്ടത് പറയുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. സത്വചനങ്ങൾ സംസാരിക്കുന്ന, നന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആശീർവാദത്തിന്റെ കാര്യങ്ങൾ, അഭിഷേകത്തിന്റെ കാര്യങ്ങൾ, അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പതിവ് എൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വചനങ്ങളൊന്ന് വായിക്കാവോ? ചാട്ടകൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. ചാട്ടകൊണ്ട് അടിച്ചാല് ശരീരത്തിൽ അതിൻ്റെ പാടുകള്, തിണർപ്പുണ്ടാകും, പാടുകളുണ്ടാകും, ചിലപ്പോൾ തടിച്ച് വീർത്തെന്നൊക്കെ വരും, നീര് വയ്ക്കും. എന്നാൽ വചനം പറയുകയാണ് നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. സൂക്ഷിച്ച് സംസാരിച്ചില്ല എങ്കിൽ അസ്ഥികൾ തകരും. അസ്ഥികൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നിവർന്നു നിൽക്കുവാൻ സാധിക്കില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിൽ കുഞ്ഞുമക്കൾ തകർന്നുപോയി. വിദ്യാഭ്യാസം കൊടുക്കാഞ്ഞിട്ടല്ല, മോശമായ കാര്യങ്ങൾ കേട്ടിട്ട്, വിലകെട്ടത് പറഞ്ഞിട്ട്, ശാപവാക്കുകൾ ഉച്ചരിച്ചിട്ട്. ചില കുഞ്ഞുങ്ങളോടൊക്കെ പറയും നീ ഒരിക്കലും നന്നാകത്തില്ല, പിന്നെ ആ കുഞ്ഞെന്ന് നന്നാകും. ശാപവാക്കുകൾ ഉച്ചരിച്ചതിന്റെ ഫലമായിട്ട് പല കുഞ്ഞുങ്ങളും കുടുംബത്തിൽ നശിച്ചു. അസ്ഥികൾ തകർന്നു കിടക്കുക, നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ വിലകെട്ടത് സംസാരിച്ചത് വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അതേ അധ്യായത്തിലെ പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 25, 26 വാക്ക് ഒന്ന് വായിക്കാവോ? വചനം വായിക്കാവോ? വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. ഹല്ലേലൂയ. വചനത്തിൽ ദൈവം പറയുകയാണ് വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറയുക വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം ഇതാ, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. ഹല്ലേലൂയ. നമുക്ക് വീടിന് വാതിലും പൂട്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബൈബിൾ പറയുന്നത് വീട് ഇച്ചിരി തുറന്നു കിടന്നാലും കുഴപ്പമൊന്നുമില്ല, അലമാരയ്ക്ക് പൂട്ടൊന്നുമില്ല, കുഴപ്പമില്ല, പൂട്ടി വെച്ചിട്ടില്ല, മൊബൈൽ ഫോണിൽ ലോക്കൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വായ്ക്ക് വായും വാതിലും പൂട്ടുമൊക്കെ വേണം. വിലകെട്ടത് പറയരുത്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കുകയാണ്, പണ്ട് നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ജോസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ജോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ മലയാറ്റൂര് മല കയറാനായിട്ട് പോവുക. കല്യാണം കഴിഞ്ഞ ഉടനെയാണ് പോകുന്നത്. അവൻ്റെ ഭാര്യയുടെ പേര് മിനി. ജോസും മിനിയും മലയാറ്റൂർ മല കയറാനായിട്ട് പോവുക. ദൂരദേശത്തു നിന്നാണ് വരുന്നത്, ഹൈറേഞ്ച്. അവിടുന്ന് അങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ യാത്രയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കൊടയുടെ കീഴിലൊക്കെ അവർ ഒരുമിച്ച് പോവുക. കൊടക്കീഴിൽ ഒരുമിച്ച് പോകുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മിനി അറിയാതെ ഹായ് എന്നല്ല, എനിക്കതെങ്ങനെ ആ എക്സ്പ്രഷൻ കൊണ്ടുവരണമെന്ന് അറിയത്തില്ല, പെട്ടെന്ന് കാലിലൊരു മുള്ളുകൊണ്ട് അറിയാതെ എൻ്റെ അമ്മേ എന്ന് വിളിച്ചു. മിനി കാലിലും മുള്ളുകൊണ്ട് എൻ്റെ അമ്മയെന്ന് വിളിച്ചപ്പോൾ ജോസിൻ്റെ ഹൃദയം നുറുങ്ങി. ജോസ് ചോദിച്ചു എന്ത് പറ്റി മോളെ, എന്തേ നിലവിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ എൻ്റെ കാലിൽ ഒരു മുള്ളുകൊണ്ട്. ഉടനെ ജോസ് കുനിഞ്ഞ് കാലിൽ നിന്ന് ആ മുള്ളൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് ചോദിച്ചു പ്രിയപ്പെട്ടവളെ നിനക്ക് വേദനിച്ചോ എന്നൊക്കെ ചോദിച്ച് അവർ യാത്രയായി. മിനി പറഞ്ഞു എനിക്ക് വേദനിച്ചൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം ജോസ് മുള്ളെടുത്ത് കളഞ്ഞപ്പോൾ തന്നെ മിനിയുടെ വേദനയൊക്കെ പോയി. അവർ യാത്ര തുടർന്നു. പക്ഷെ ജോസ് ഒരു മണ്ടത്തരം കാണിച്ചു, മുള്ളെടുത്ത് കളഞ്ഞിട്ട് അത് ആ വഴിയിൽ തന്നെ ഇട്ടു.
വഴി തന്നെ ഇട്ടിട്ട് പോയി. അവർ പോയി മലയാറ്റൂർ മലയിലൊക്കെ കയറി തിരിച്ചു വന്നു. തിരിച്ച് ബസ്സിനാണ്, അതുകൊണ്ട് കാലം ഉള്ളുകൊണ്ടില്ല. തിരിച്ച് ഒരു 5-10 വർഷം കഴിഞ്ഞപ്പോൾ 5-6 മക്കളൊക്കെ ആയി, ഒരു 4 മക്കളൊക്കെ ആയി. അന്ന് പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമേ പോയപ്പോൾ ഒരു കുടക്കീഴിലാണ് പോയത്. ജോസ് കുട കൈ പിടിക്കുന്നു, മിനു കൂടെയുണ്ട്. ഇപ്പോഴേ പല കുടകളുണ്ട്. ജോസ് 1 കിലോമീറ്റർ മുമ്പേ പോവുകയാണ്, പുറകെ മിനു വരിക. ജോസ് ഒരു മണ്ടത്തരം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞു. മുള്ള വഴിയിൽ തന്നെ ഇട്ടു. ആ പഴയ മുള്ള അവിടെ ഉണ്ടായിരുന്നു. മിനിയുടെ കാലിൽ മുള്ള് കയറി. 10 വർഷം മുമ്പ് ഒരുമിച്ച് പോയപ്പോൾ കാലിൽ മുള്ള് കയറിയപ്പോൾ മിനി വിളിച്ചു പറഞ്ഞു, അയ്യോ ചേട്ടാ കാലിൽ മുള്ളുകൊണ്ട്. ഇപ്പോഴേ മുള്ളു കൊണ്ടപ്പോൾ ഉടനെ മിനി വിളിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് അവിടെ നിൽക്കി, എൻ്റെ കാലിൽ മുള്ളു കയറി, ചേട്ടൻ നിങ്ങളായി. ഉടനെ ജോസ് തിരിഞ്ഞിട്ട് പറഞ്ഞു, അവിടെ കിടന്ന് മുരങ്ങാതടി പോത്തെ, വേഗം നടന്നു വാ. മോള് പോത്തായിട്ട് മാറി. കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഇതാണ്. ആദ്യമൊക്കെ എല്ലാം നല്ലതാ, മധുരമുള്ള വാക്കുകൾ പറയുന്നു, പിന്നീടെല്ലാം മാറുന്നു. വിലകെട്ടത വരുന്നു, ശാപവാക്കുകൾ ഉച്ചരിക്കുന്നു. ചില മാതാപിതാക്കൾ മക്കളോട് പറയും, നീ എൻ്റെ ഉദരത്തിൽ വന്നതോട് എൻ്റെ വയറ്റിൽ കുരുത്ത് അന്ന് മുതൽ തുടങ്ങി. മക്കളോട് പറയുക, നീ പൊട്ടനാണ്, അല്ലെങ്കിൽ നീ ഒരു പൊട്ടനാണ്. പിന്നെ അവൻ പൊട്ടനായിട്ട് തന്നെ ജീവിക്കും, ഒന്നിനും കൊള്ളത്തില്ല. മക്കളുടെ മുമ്പിൽ നല്ല കാര്യങ്ങൾ പറയുക, വിലകെട്ടത് സംസാരിക്കാതിരിക്കുക. ജീവിത പങ്കാളിയോട് നല്ല കാര്യങ്ങൾ പറയുക. ചാട്ട കൊണ്ടടിച്ചാൽ തിമർപ്പുണ്ടാകും, വാക്കുകൾ കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരുമെന്ന് വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു പതിവ്, കുടുംബത്തില് വിലകെട്ടത് പറയാതെ സത്വചനങ്ങൾ സംസാരിക്കുന്ന ഒരു പതിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ. ആദ്യത്തെ പതിവ് എന്താ? അച്ഛൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ഒരു പതിവിനെ കുറിച്ച് പറഞ്ഞു. കുടുംബത്തിലുണ്ടായിരിക്കേണ്ട ആദ്യത്തെ പതിവ് ഉച്ചത്തിൽ പറഞ്ഞേ പ്രാർത്ഥിക്കുന്ന പതിവ്, ബലിയർപ്പിക്കുന്ന പതിവ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പതിവ്. രണ്ടാമത്തേത് നല്ലവ സംസാരിക്കുന്ന, നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പതിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമതൊരു പതിവും കൂടെ പറയുകയാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു പതിവ് കുടുംബത്തിലുണ്ടായിരിക്കണം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന ഒരു പതിവ് കുടുംബത്തിലുണ്ടായിരിക്കണം. വീണ്ടും വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 48-ാം വചനം. പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞു. തുടർന്നുള്ള വായിച്ചേ, ചേർന്ന് വായിച്ചേ. എന്തെന്നാൽ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, നീ ഞങ്ങളോട് ഇപ്രകാരം ചെയ്തത് എന്ത്? തുടർന്ന് വായിച്ചേ. നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ആരൊക്കെയാണ്? നിന്റെ പിതാവും ഞാനും. പരിശുദ്ധയമ്മ ആരെയാണ് മുന്നിൽ നിർത്തിയത്? ആരെയാ മുന്നിൽ നിർത്തിയത്? പറഞ്ഞേ, ആരെയാണ്? യൗസേപ്പിതാവിനെ, തന്റെ ഭർത്താവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. നിന്റെ പിതാവും ഞാനും പറഞ്ഞില്ല, ഞാനും നിന്റെ പിതാവും പറഞ്ഞില്ല. പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം യൗസേപ്പിതാവല്ല, പിതാവായ ദൈവമാണ്, പുത്രനായ ഈശോയുടെ പിതാവെന്നെല്ലാം അറിയാം. എന്നിട്ട് പോലും ജീവിത പങ്കാളിയെ മുന്നിൽ നിർത്തിയിട്ട്, തന്റെ ഭർത്താവിനെ മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ പിതാവും ഞാനും. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനെ മുന്നിൽ നിർത്തിയിട്ട് സംസാരിക്കണം, ഭർത്താവ് ഭാര്യയെ മുന്നിൽ നിർത്തിയിട്ട് സംസാരിക്കണം. ഹല്ലേലൂയ. പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുക, പരസ്പര ബഹുമാനത്തോടുകൂടെ സംസാരിക്കുക, ജീവിത പങ്കാളിയെ മുന്നിൽ നിർത്തി സംസാരിക്കുക. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എങ്ങനെയാണ്? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ്? ഒരു ഭാര്യയാണെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, ഭർത്താവിന് എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട്? ഭർത്താവ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഭാര്യയ്ക്ക് എന്തുമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്ന്.
ജീവിത പങ്കാളിയെ മുന്നിൽ നിർത്തി സംസാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ വീട് ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ വീട്ടിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരനുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ആളുടെ പേര് സാബു അത്യാവശ്യം പഠിക്കാനൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ആൾ പഠിച്ചു. ജോലിയൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ജോലി കിട്ടുക ഭയങ്കര പാടാണ്. അതുകൊണ്ട് ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെ പിന്നീട് എങ്ങനെയോ ഞാൻ സെമിനാറിൽ ചേർന്നു. അത് കഴിഞ്ഞിട്ട് സാബുവിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരിക്കൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലാകുന്നു ചേട്ടായുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ചേട്ടായുടെ അനിയായുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. അനിയൻ്റെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുക. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ദിവസം കേട്ടു, ചേട്ടൻ്റെ ഭാര്യ ചേട്ടനോട് പറയാം, നിങ്ങൾ സാബുവിനെ കണ്ടുപഠിക്കുക. ഞാൻ ചോദിച്ചു, ഏത് സാബു? കേളംപറമ്പിലെ സാബുവിനെ കണ്ടുപിടിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനിയൻ്റെ ഭാര്യ, എൻ്റെ അനുജത്തി അനിയനോട് പറയുന്നതായിട്ട്, നിങ്ങൾ സാബുവിനെ കണ്ടുപിടിക്കുക. ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേർക്ക് പ്രശ്നമുണ്ടെന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചാച്ചനോട് അമ്മച്ചിയും പറയുന്നത്, നിങ്ങൾ ആ സാബുവിനെ കണ്ടുപിടിക്കും. എല്ലാവരും പറയും സാബുവിനെ കണ്ടുപിടിക്കും. ഞാൻ വിചാരിച്ചു സാബു ഞങ്ങളുടെ നാട്ടിൽ തൈക്കാട്ടുശ്ശേരിയിൽ വല്ല വിശുദ്ധനും ആയോ എന്ന്. കുറേ നാളായത്. കാര്യം കൂടെ പഠിച്ചപ്പോൾ എനിക്കറിയാം അത്ര വലിയ തരക്കേടില്ലാത്ത കക്ഷിയായിരുന്നു. പക്ഷേ ഇതെന്ത് പിന്നീട് എല്ലാവരും പറയും സാബുവിനെ കണ്ടുപിടിക്കുക. പിന്നീട് വൈകുന്നേരങ്ങളിലൊക്കെ അത് കേൾക്കുവാൻ തുടങ്ങി. എല്ലാ വീടുകളിലും ഇങ്ങനെ പറയുന്നുണ്ട്, സാബുവിനെ കണ്ടുപിടിക്കുക. ഒരു വൈകുന്നേരം കൊന്ത കഴിഞ്ഞ് ലുത്തിനിയ ചെല്ലുന്ന പോലെയാണ്, സാബുവിനെ കണ്ടുപിടി. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക, സാബുവിനെ കണ്ടുപിടി. ചോദിച്ചു വന്നപ്പോൾ കാര്യം മനസ്സിലായി. സാബു പയ്യനെ ജോലിയൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചിട്ടിക്കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? കുറി അങ്ങനെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയൊക്കെ തുടങ്ങി. മറ്റുള്ളവരെ നിന്നൊക്കെ പൈസയൊക്കെ മേടിച്ച് ഒരു ബിസിനസ്സായിട്ട് അങ്ങനെ തുടങ്ങുക. ഇങ്ങനെ പൈസയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ആദ്യം ഒരു ചെറിയ വീടായിരുന്നു, വലിയൊരു വീട് വെച്ചു. അപ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അസൂയയായി. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്കൊരു ചെറിയ അസൂയൊക്കെ ഉണ്ടായി. അവർ ഭർത്താക്കന്മാരോട് പറയാൻ, സാബുവിനെ ഒന്ന് നോക്കിക്കേ, സാബുവിനെ കണ്ടോ, വീടൊക്കെയാണ് വെച്ചത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനൊരു വലിയ ആ സമയത്ത് കിട്ടാവുന്ന വലിയൊരു മോട്ടോർ സൈക്കിളൊക്കെ മേടിച്ചു. സാബു മോട്ടോർ അവൻ ഭാര്യയായിട്ട് പള്ളിയിൽ പോകുന്ന മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾ എന്നാണ് ഉണ്ടാക്കിയത്? സാബുവിനെ കണ്ടുപിടിക്കുകയും. ഒരു വർഷം കഴിഞ്ഞപ്പോൾ സാബു ഒരു കാറ് മേടിച്ചു. മക്കളൊക്കെ ആയപ്പോൾ കാറ് മേടിച്ചു. പിന്നെ കാറിലാണ് പള്ളിയിലൊക്കെ പോകുന്നത്. സാബുവിനെ കണ്ടുപിടിക്കും, സാബു കാറിലാണ് പോകുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാവരും സാബുവിനെ കണ്ടുപിടിക്കുക എന്ന് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ചെന്നപ്പോഴും കേട്ടത് എല്ലാവരും പറയും സാബുവിനെ കണ്ടുപിടിച്ച അമ്മച്ചി ഉൾപ്പെടെ പറയുക സാബുവിനെ കണ്ടുപിടിക്കാൻ. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം കേൾക്കുന്ന സാബുവിനെ കണ്ടുപിടിക്കുന്നല്ല, വേറെ എന്തൊക്കെയാണ് കേൾക്കുന്നത്. അന്വേഷിച്ച് വന്നപ്പോൾ മനസ്സിലായി സാബു കയ്യിൽ കുറേ പൈസയൊക്കെ വന്നു. ഇത് കുറിക്കമ്പനിയാണ്, ചിട്ടി പൊട്ടി നാട്ടിൽ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ കിട്ടിയ പൈസയൊക്കെ ആയിട്ട് എവിടെയോ മുങ്ങി. ഇപ്പം സാബു എവിടെയാണെന്ന് അറിയത്തില്ല. അന്ന് മുതൽ എല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ലുത്തിനിയ മാറി. സാബുവിനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് പകരം സാബുവിനെ കണ്ടുപിടി എന്നായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യ ഭർത്താവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഭർത്താവിൻ്റെ നന്മകൾ പറയുവാനൊന്നുമില്ല. ആ മനുഷ്യന് എത്രയോ നന്മകളുണ്ട്, അവനെക്കുറിച്ച് പറയുന്നില്ല. അവൻ കുടിയനാണ്, നശിപ്പിക്കുന്നവനാണ്, അത് ഞാൻ കുടിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് അവൾ വഴക്കാളിയാണ്, വീട്ടിൽ വന്ന സമാധാനം തരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. മറ്റു കുറ്റങ്ങൾ, മോശമായ കാര്യങ്ങൾ പറയുന്നു. ഭാര്യയെ മുന്നിൽ നിർത്തി സംസാരിക്കുക, ഭർത്താവിന് മുന്നിൽ നിർത്തി സംസാരിക്കുക. ഓർക്കുക, കുടുംബത്തിലുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പരസ്പരം ബഹുമാനിച്ച് സംസാരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരമുയർത്തി നമുക്ക് ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം ബഹുമാനിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജീവിത പങ്കാളിയെ മുന്നിൽ നിർത്തി സംസാരിക്കുവാനുള്ള, മക്കളെ മുന്നിൽ നിർത്തി സംസാരിക്കുവാനുള്ള, മാതാപിതാക്കളെ മുന്നിൽ നിർത്തി സംസാരിക്കുവാനുള്ള,
വലിയ കൃപയും അഭിഷേകവും ഈ നിമിഷം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു പതിവ് കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട പതിവ് മാതാപിതാക്കളോടുള്ള ഒരു വലിയ ഉപദേശമാണ്. അതാണ് മാതാപിതാക്കൾ പ്രായമായ മക്കളെ അംഗീകരിക്കുക, അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. ഹല്ലേലൂയാ. കേൾക്കാൻ അല്പം രസമുള്ള കാര്യമല്ല, എങ്കിലും പറയാതിരിക്കുക നിവൃത്തിയില്ല. പല മാതാപിതാക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഞാൻ അപ്പനാണ്, ഞാൻ അമ്മയാണ്. ശരിയാണ്, ആരും നിഷേധിക്കുന്നില്ല, നിങ്ങൾ അപ്പനാണ്, അമ്മയാണ്. പക്ഷേ മക്കള് പ്രായപൂർത്തിയായോ അവരെ ബഹുമാനിക്കുക, അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഈശോയുടെ ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കാനായില് വീഞ്ഞ് തീർന്നു പോയി. അപ്പോഴ് പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, മകനെ, അവർക്ക് വീഞ്ഞില്ല, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാ പറയുന്നത്, അവർക്ക് വീഞ്ഞില്ല. എന്നിട്ട് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നവരോട്, പരിചാരകരോട് പറയുന്നു, അവൻ പറയുന്നത് ചെയ്യുക. ഈശോയോട് എന്നിട്ട് പറഞ്ഞില്ല, എടാ ഞാനിങ്ങനെ ചെയ്യാൻ പോയത്, ഇതുപോലെ നീ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് നിന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, അവൻ പറയുന്നത് ചെയ്യുക. അവന് പ്രായപൂർത്തിയായി, വലിയവനായി, 10-33 വയസ്സൊക്കെ ആയി. ഇനി അവൻ പറയുന്നത് ചെയ്യുക. ഹല്ലേലൂയാ. ഈശോ പറഞ്ഞു, കൽപ്പനകളിൽ വെള്ളം നിറച്ചു, അത്ഭുതം വീഞ്ഞ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കുക. ഇപ്പോഴ് മാതാപിതാക്കളായിട്ടുള്ള എല്ലാവരും, ഒരുപക്ഷെ കുഞ്ഞുമക്കളായിരിക്കാം, പക്ഷെ ഓർക്കുക, വളർന്നു വരും. കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കളൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. മക്കൾക്ക് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മനസ്സിലാക്കുക, അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. ഞാൻ അപ്പോഴാണ് എന്നും പറഞ്ഞ് എപ്പോഴും ഇരിക്കേണ്ട കാര്യമില്ല. ചിലരൊക്കെ ഉണ്ട്, മക്കൾക്ക് കല്യാണം കഴിച്ച് മക്കളായി, അവരുടെ മക്കളെ കെട്ടിച്ചുവിടേണ്ട പ്രായമായി, എന്നാലും ചില കാരണന്മാരൊക്കെ ഉണ്ട്, താക്കോലൊന്നും കൊടുത്തിട്ടില്ല, വസ്തുക്കളൊന്നും വീതം വെപ്പൊന്നും നടന്നിട്ടില്ല, എല്ലാം കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. വചനം പറയുക, മക്കളുടെ സ്വാതന്ത്ര്യം. ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളുടെ മേൽ ഭരിക്കേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിതാണ് മക്കളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. പ്രായപൂർത്തിയായ കുഞ്ഞുമക്കളുടെ അല്ല, പ്രായപൂർത്തിയായ മക്കളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. അത് മാതാപിതാക്കൾ ചെയ്യണം. ഇല്ല എങ്കിൽ കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാകും, കുടുംബം മുന്നോട്ട് പോകത്തില്ല, അസ്വസ്ഥതകളായി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മാതാപിതാക്കളെ മക്കൾ പിടിച്ച് പുറത്തിറങ്ങുന്നതൊക്കെ. അതോടൊപ്പം തന്നെ മക്കളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ വീഴരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 2-ാം വചനം വായിച്ചേ. ഹല്ലേലൂയാ. വീണ്ടും വചനം 9 ഒന്ന് വായിക്കാവോ? അതേ അധ്യായത്തിന്റെ 9-ാം വചനം. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, മാതാവിന്റെ ശാപം അടിത്തറയിളക്കും. പല കുടുംബങ്ങളും അടിത്തറയിളകി കിടക്കുകയാണ്, ജീർണിച്ച അവസ്ഥയാ. കാരണം ഇതാണ്, മാതാപിതാക്കളുടെ കണ്ണുനീര് വീണു. കണ്ണുനീരിന്റെ ടേസ്റ്റ് എന്താ? ഉപ്പ്. കണ്ണുനീര് കുടിക്കണം. ഇടയ്ക്കൊക്കെ പറയുക, ഞാൻ കണ്ണുനീര് കുടിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാം കണ്ണുനീര് കുടിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. കണ്ണുനീരിൻ്റെ ടേസ്റ്റ് എന്താ? ചേർന്ന് പറഞ്ഞേ, ഉപ്പ്. നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉപ്പ് വീണാൽ എന്ത് സംഭവിക്കും? ഒരു ചാക്ക് ഉപ്പ്, നിങ്ങൾ സിംഗപ്പൂർ വരുന്നതിന് മുമ്പ് നാട്ടിൽ വീടൊക്കെ ഉണ്ട്, വീട്ടിൽ നല്ല ടൈൽസൊക്കെ ഇട്ട, അല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട വീടാണ്. അതിൻ്റെ ഒരു കോർണറിൽ ഒരു ചാക്ക് ഉപ്പ് മേടിച്ച് വെച്ചിട്ട് പോകുന്നു, മറന്നുപോയി കൊടുക്കാനായിട്ട്. പിന്നീട് 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വന്നു നാട്ടിൽ ചെന്ന് കഥയൊക്കെ തുറന്ന് കണ്ടു, അവിടെ എങ്ങനെ ഇരിക്കും?
ഉപ്പുചാക്ക് വെച്ച സ്ഥലം എങ്ങനെയിരിക്കും പറഞ്ഞേ? ജീർണിച്ചിരിക്കും. ഹല്ലേലൂയ. ഉപ്പ് ജീർണതയിലേക്ക് നയിക്കുകയാണ്. ഇതുപോലെ മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ രസം, കണ്ണുനീരിന്റെ ടേസ്റ്റ് ഉപ്പാണ്. മാതാപിതാക്കളുടെ കണ്ണുനീര് വീണാൽ എവിടെ ഉപ്പ് വീണോ അവിടെ ജീർണത, അവിടെ നാശം. കുടുംബത്തിന്റെ അടിത്തറ ഇളകുമെന്ന് പറയുന്ന ഇതാണ്. ഭവനത്തിന്റെ അടിത്തറ ഇളകുമെന്ന് പറയുന്ന ഇതാണ്. കണ്ണുനീര്, അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് കുടുംബത്തിൽ വീണോ തകർന്നു. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് വീഴാതിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീര് വീഴാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കുക. ബൈബിളിൽ ഒത്തിരി വചനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം മുഴുവൻ മക്കളായിട്ടുള്ള എല്ലാവരും വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാവരും മക്കളാണ്, അതുകൊണ്ട് വായിച്ച് ധ്യാനിക്കുന്നില്ല. ഒരുപക്ഷെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവരോടൊക്കെ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കണം. അപ്പനും അമ്മയും മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഭർത്താവിൻ്റെ അപ്പനും അമ്മയും നമ്മുടെ ഭാര്യയുടെ അപ്പനും അമ്മയും ഒക്കെ ഇതിൽ പെടുന്നതാണ്. അത് ഭർത്താവിൻ്റെ അപ്പനാണ് അമ്മയാണ് എന്നല്ല, നിന്റെ അപ്പനാ നിന്റെ അമ്മയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർക്കുക, പ്രിയപ്പെട്ട സഹോദരരെ ഓർക്കുക, കുടുംബത്തില് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ മക്കളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. ഒപ്പം മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ വേദനിപ്പിക്കരുത്. വീണ്ടും വചനത്തിൽ പറയുകയാണ്, മക്കളെ മാതാപിതാക്കളെ അനുസരിക്കുന്ന ബഹുമാനിക്കുന്നവരെ അവരുടെ മക്കളും ബഹുമാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് വഴി മക്കളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ ജീവിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇനി നമ്മൾ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, ഇവിടെയായിട്ട് അപ്പനെ അമ്മേനെ ഒന്നും വിളിക്കുന്നില്ല, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അവർ വിട്ടു വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്, അവരെ ഗവനിക്കുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല. കുട്ടികൾ മാതാപിതാക്കൾ വല്യപ്പൻ്റെയും വല്യമ്മയുടെയൊക്കെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അവരൊക്കെ നിരുത്സാഹപ്പെടുത്തുക. ഓർക്കുക, കുറച്ച് കഴിയുമ്പോൾ ഇതേ അവസ്ഥയിലൂടെ നീയും കടന്നു പോകേണ്ടി വരും. ബൈബിള് പറയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാ. ഇല്ലെങ്കിൽ പറ്റുന്നത് കരയേണ്ടി വരും, കണ്ണുനീര് വീഴും. നിങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തി, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ കണ്ണുനീര് വീഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേടിപ്പിക്കാൻ പറയുന്നതല്ല, മനസ്സിലാക്കാൻ പറയുന്നതാ. ഹല്ലേലൂയ. പെട്ടെന്ന് നല്ല ഭർത്താവ് ആരാണെന്ന് പെട്ടെന്ന് കണ്ട് നമുക്ക് നിർത്താം. കുറച്ച് കാര്യങ്ങൾ. നല്ലൊരു ഭർത്താവ്, കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല ഭർത്താവ് ആര്, നല്ല ഭാര്യ ആര് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. എല്ലാ ഭർത്താക്കന്മാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഭാര്യമാരും ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഭർത്താവ് ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഭർത്താവ് ഭാര്യയെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നല്ല ഭർത്താവ് ഭാര്യയെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 22-ാം വചനം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. ദൈവമാണ് സ്ത്രീക്ക് രൂപം കൊടുത്തത്. ഹല്ലേലൂയ. ഭർത്താവിന്, ആദത്തിന് ഭാര്യയായിട്ട് ഹവ്വായെ കൊടുത്തത് ആരാ? പറഞ്ഞേ, 15 മിനിറ്റേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, വേഗം പറഞ്ഞേ. ആരാ കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. ആദം ഹവ്വായെ ആരുടെ കയ്യിൽ നിന്നാ സ്വീകരിച്ചത്? ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ഭർത്താക്കന്മാരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാര്യമാരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നല്ല ഭർത്താവ് ഭാര്യയെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ചേട്ടന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ, വലതുകരം ഉയർത്തിക്കേ, പറഞ്ഞ് നല്ല ഭർത്താവ് ഭാര്യയെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യമാണ്, അത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ദേഷ്യപ്പെടും, സിംഗപ്പൂരിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. ആ കാര്യം ഇതാണ്, ചേട്ടന്മാരെ ക്ഷമിക്കുക. നല്ല ഭർത്താവ് ഭാര്യയെ അനുസരിക്കുന്നു. നല്ല ഭർത്താവ് ഭാര്യയെ അനുസരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 11-ാം വചനം. ഉൽപ്പത്തി
21:11 വായിച്ചേ. 12 വചനം 12. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, കുട്ടിയെക്കുറിച്ച് നിന്റെ അടിമപ്പെണ്ണിനെ കുറിച്ച് നീ ക്ലേശിക്കേണ്ട, സാറ പറയുന്നത് പോലെ ചെയ്യുക. സാറ പറയുന്നത് പോലെ ചെയ്യുക. അബ്രാഹത്തിന്റെ ആരാ സാറ? പറഞ്ഞേ, ഭാര്യ. കർത്താവ് എന്താ പറഞ്ഞ അബ്രാഹത്തോട്? സാറ പറയുന്നത് പോലെ ചെയ്യുക. അതായത് ഭാര്യ പറയുന്നത് പോലെ ചെയ്യുക. ഭർത്താക്കന്മാരോട് ദൈവം പറയുക, ഭാര്യ പറയുന്നത് പോലെ ചെയ്യുക. ഹല്ലേലൂയ. ചേട്ടന്മാര് പ്രത്യേകിച്ച് കേൾക്കുക, ഭാര്യ പറയുന്നത് പോലെ ചെയ്യുക. ചേച്ചിമാർക്കൊക്കെ സന്തോഷമായി. ഇന്ന് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടന്മാര് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യ പറയുന്നത് ചെയ്യുക. ചില ചേട്ടന്മാരുണ്ട് ഭാര്യ പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ. പുത്തമ്പുരച്ഛൻ പറയുന്ന ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. അച്ഛന് പറഞ്ഞു, ഒരിക്കലും ഒരു ബിഷപ്പ് പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ ഇടവകയിൽ ഭാര്യമാര് പറയുന്നത് മാത്രം കേൾക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ എനിക്കൊന്ന് കാണണം, അവനെ ഒന്ന് ആദരിക്കണം. നട്ടലിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഒന്ന് ആദരിക്കണം. അതുകൊണ്ട് ഭാര്യ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ചേട്ടന്മാരെല്ലാം ഇങ്ങോട്ട് എഴുന്നേ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. ഉടനെ ആ കൂടിയിരിക്കുന്നതിൽ എല്ലാ ചേട്ടന്മാരും ഓടി സ്റ്റേജിലേക്ക് കയറി. ഒരാൾ മാത്രം വന്നില്ല. അപ്പൊ പിതാവിന് ഭയങ്കര അത്ഭുതമൊക്കെ. കുറഞ്ഞ പക്ഷെ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ ഭാര്യ പറയുന്നത് കേൾക്കാത്ത, നട്ടിലുള്ള ഏതെങ്കിലും ഒരു ആണെൻ്റെ ഇടവകയിലുണ്ടല്ലോ എന്നോർത്ത് പിതാവ് അയാളോട്, മെത്രാനച്ഛൻ ആളോട് ചോദിച്ചു, എൻ്റെ ചേട്ടാ എങ്ങനെ ഇത് ഭാര്യ പറയുന്നതൊക്കെ അനുസരിക്കാതെ ചേട്ടൻ എന്നെ എങ്ങനെ ഇരിക്കുന്നത്, മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, എൻ്റെ പിതാവേ അങ്ങനെയൊന്നും അല്ല, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിലൊക്കെ പോകുമ്പോൾ കണ്ട അവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കും, പോയേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്, ഭാര്യ പറയുന്നത് മാത്രം. പക്ഷെ ദൈവം പറയുന്നതാണ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ദൈവം ഭാര്യമാരിലൂടെ സംസാരിക്കും. അത് നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, നല്ല ഭർത്താവ് ഭാര്യയോട് ഒത്തു പ്രാർത്ഥിക്കുന്നവനാണ്. തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന് 4-ാം വാക്യം. 4 ആണോ 11 ആണോ? തോബിത്ത് 8. വായിച്ചേ. പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നല്ല ഭർത്താവ് എപ്പോഴും ഭാര്യയോട് ചേർന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്, എല്ലാം അങ്ങനെയൊക്കെ പോവുകയാണ്. പക്ഷേ പ്രാർത്ഥനയുടെ ഇത് വരുമ്പോൾ അത് ഭാര്യയ്ക്കും മക്കൾക്കുള്ളതാ, ചേട്ടന്മാർക്കില്ല. ചേട്ടന്മാർ എന്നാലും ടി വി കാണുന്ന സമയം, പുറത്തേക്കൊന്ന് ഇറങ്ങുന്ന സമയം, കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്ന സമയം, ഫോൺ വിളിക്കുന്ന കാര്യം, അല്ല കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യുന്നത്, ഇതൊക്കെയാണ്. പക്ഷെ കർത്താവ് പറയുക, നല്ല ഭർത്താവ് ഭാര്യയോട് ചേർന്ന് നല്ല കർത്താവ് ഭാര്യയോട് ചേർന്ന് പ്രാർത്ഥിക്കും. വീണ്ടും 4-ാമത്തെ കാര്യം ഇതാണ്, നല്ല ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ നീതിമാനായിരിക്കും. മത്തായിയുടെ സുവിശേഷം 1:19. മത്തായി 1:19 വായിച്ചേ. മത്തായി 1:19. അവൻ നീതിമാനായിരിക്കുകയാൽ. അപ്പൊ നല്ല ഭർത്താവ് എന്ന് പറയുന്നത് നീതിമാനായിരിക്കണം. ഹല്ലേലൂയ. വീണ്ടും ഭാര്യയെ സ്നേഹിക്കണം. എഫേസ്യർക്കുള്ള ലേഖനം എഫേസി 5:26. വായിച്ചേ. 5:26. അവളെ സ്നേഹിക്കണം, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മറ്റൊരു കാര്യമാണ് 6-ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ്. 6-ാമത്തെ കാര്യം ഇതാണ്, ഭർത്താക്കന്മാര് ഭാര്യമാരെ ബഹുമാനിക്കണം. ഹല്ലേലൂയ.
ഭർത്താക്കന്മാര് ഭാര്യമാരെ ബഹുമാനിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1 പത്രോസ് 3:7. 1 പത്രോസ് 3:7. കിട്ടിയോ? അവിടെ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ബഹുമാനിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള്: ഭാര്യമാരെ ബഹുമാനിക്കണം, അവളെ സ്നേഹിക്കണം, നീതിമാനായിരിക്കണം, ഭാര്യയോട് ചേർന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തിൽ നിന്നും സ്വീകരിക്കണം, ഭാര്യ പറയുന്നതനുസരിക്കണം. 6 കാര്യങ്ങള് ഭർത്താക്കന്മാരനുസരിച്ചാല് കുടുംബം മനോഹരമായിട്ട് മാറും, സ്വർഗമായിട്ട് മാറും. ഹല്ലേലൂയ. ചേച്ചിമാർക്കെല്ലാം സന്തോഷമായി. അച്ഛൻ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം പറഞ്ഞു. ചേച്ചിമാർക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. ഭർത്താക്കന്മാര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യമാണ്. 1, നല്ലൊരു ഭാര്യ ഭർത്താവിനെ പോലെ, ഭർത്താവ് ഭാര്യയെ സ്വീകരിച്ചതുപോലെ ഭാര്യ ഭർത്താവിനെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. ഹല്ലേലൂയ. വചനം ഉൽപ്പത്തി, ജനസിസ് 2, ഉൽപ്പത്തി 2:22 വചനം. ഹല്ലേലൂയ. വീണ്ടും വചനം നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് വായിക്കുന്നില്ല. 2-ാമത്തെ പോയിന്റാണ്, നല്ലൊരു ഭാര്യ ഭർത്താവിന് തുണയായിരിക്കണം. ഹല്ലേലൂയ. നല്ലൊരു ഭാര്യ, പറഞ്ഞ ഭാര്യമാര്, ചേച്ചിമാരെല്ലാം ഒന്ന് കരമുയർത്തി പറഞ്ഞേ, നല്ലൊരു ഭാര്യ ഭർത്താവിന് തുണയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരായിരിക്കണം? തുണയായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. നിനക്ക് ചേർന്ന ഒരു ഇണയെ ഞാൻ തരും. 2:20. ഉൽപ്പത്തി 2:20. ദൈവം പറയുകയാണ്, നിനക്ക് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 3-ാമത്തെ പോയിന്റ് ഇതാണ്, നല്ലൊരു ഭാര്യ ഭർത്താവ് രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അവനെ ശുശ്രൂഷിക്കുന്നവളാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവളാണ്. ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. തോബിത്ത് 2:11. തോബിത്ത് രോഗിയായിരുന്നപ്പോൾ ഭാര്യ അധ്വാനിച്ചു. 2:11. തോബിത്ത് 2:11. ഹല്ലേലൂയ. വീണ്ടും മറ്റൊരു കാര്യം, 4-ാമത്തെ, സമയമില്ലാത്തതുകൊണ്ട് ഇച്ചിരി വേഗം പോവുകയാണ്. 4-ാമത്തെ കാര്യം, നല്ലൊരു ഭാര്യ കന്യകയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കന്യകയായിരിക്കണം. അത് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ടത്. നല്ല ഭർത്താവ് അവൻ കന്യകയായിരിക്കണം, വിശുദ്ധനായിരിക്കണം, പരിശുദ്ധി ഉണ്ടായിരിക്കണം, ശരീരവിശുദ്ധി ഉണ്ടായിരിക്കണം. ഭാര്യാഭർത്താക്കന്മാര് നല്ല ഭാര്യയും നല്ല ഭർത്താക്കന്മാരും ഒക്കെ ആകണമെങ്കിൽ ശരീരവിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നല്ലൊരു ഭാര്യ ദൈവത്തിന് പ്രീതിപ്പെട്ടവളായിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാം, അവൾ കന്യകയായിരുന്നു. നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ് കന്യക ആയിരിക്കണം, ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വീണ്ടും മറ്റൊരു കാര്യമുണ്ട്, അത് എഫേസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. എഫേസ്യ 5:22. നല്ലൊരു ഭാര്യ ഭർത്താവിന് അധീനപ്പെട്ടിരിക്കും, അനുസരിക്കുന്നവളായിരിക്കും. തലയിൽ കയറിയിരിക്കുന്നവളല്ല. പല ചേട്ടന്മാരും കണ്ടിട്ടുണ്ട്, കുനിഞ്ഞു നടക്കുന്നു. കാര്യം ഇതാണ്, തല നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഭാര്യ തലയിൽ കയറിയിരിക്കുക, അതുകൊണ്ട് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലെ ഒരു ശാപമാണ്, നാടിൻ്റെ ഒരു ശാപമാണ്. വരുന്ന തലമുറ, ഈ പുതിയ തലമുറയുടെ ഒരു ശാപം, 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ശാപം. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ തലയിൽ കയറിയിരിക്കുന്നു. അതാണ്. ഹല്ലേലൂയ. ദൈവം പഠിപ്പിക്കുകയാണ്, ദൈവം തന്നെ വചനത്തിലൂടെ പറയുകയാണ്, തലയിലല്ല ഇരിക്കേണ്ടത്, അനുസരിക്കുക, വിധേയപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരു കാര്യം കൂടി, പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിൽ, 31-ാം അധ്യായത്തിന്റെ ചില വചനഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് 20-ാം വചനത്തിലൊക്കെ പറയുന്നുണ്ട്, നല്ലൊരു ഭാര്യ പാവപ്പെട്ടവരെ സഹായിക്കുന്നവളായിരിക്കും. നല്ലൊരു ഭാര്യ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരിക്കും. കാരണം നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ട ഒത്തിരി പേരുണ്ട്. പ്രായം ചെന്നവർ, ഭർത്താവിൻ്റെ അപ്പനും അമ്മയൊക്കെ പാവപ്പെട്ടവരാ. ആരോഗ്യം പോയെല്ലാം സമ്പന്നർ എന്ന് പറയുമ്പോൾ പൈസയുടെ കാര്യത്തിലൊന്നും നോക്കരുത്. ആരോഗ്യം നഷ്ടപ്പെട്ടവൻ അവൻ ദരിദ്രനാണ്. പ്രായം ചെന്നവരുണ്ട് കുടുംബത്തിലെ, പ്രായം ചെന്ന
അപ്പനും അമ്മയൊക്കെ ഉണ്ട്, ചില രോഗികളായിട്ട് കഴിയുന്നവരൊക്കെ ഉണ്ട്. നല്ലൊരു ഭാര്യ ആകണമെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കണം, പ്രായം ചെന്നവരെ സഹായിക്കണം, എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, അങ്ങനെയുള്ളവരെ ഒന്ന് സഹായിക്കുക, അവർക്ക് ഇച്ചിരി ചൂട് കഞ്ഞിയൊക്കെ കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, വീട്ടിൽ എപ്പോഴും വഴക്കുണ്ടായിരുന്ന ചാച്ചൻ്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ എൻ്റെ ചാച്ചൻ്റെ അമ്മ എപ്പോഴും പറയുന്നത്, ഇവള് രാവിലെ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ആ തണുത്ത സാധനം തന്നെയാണ് വീണ്ടും തരുന്നത്. അങ്ങനെ ചൂട് കൊടുത്താലും പറയും തണുത്ത സാധനം തന്നെയാണ് വരുന്നത്. അതൊക്കെ പ്രായം ചെല്ലുമ്പോൾ ഒരു രോഗമാണ്. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് മർഗരീത്താവയിലെ ധ്യാനകേന്ദ്രത്തിൽ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഇച്ചിരി വയസ്സായിക്കുള്ള ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഞാൻ മടുത്തച്ചാ, ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഇവിടെ അവരെപ്പോഴും ഇരുന്ന് കുറ്റം പറയും. ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഭർത്താവിൻ്റെ അപ്പനും അമ്മയാണ്, ഭർത്താവും വന്നിട്ടുണ്ട്, അവരിങ്ങനെ എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കുക, ഞാൻ മടുത്തു. അവസാനം പറഞ്ഞു വന്ന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഫാനുണ്ടോ എന്ന് ചോദിച്ചു. ഫാനുണ്ടെന്ന്. എത്ര വർഷം പഴയതാണ്? അതെൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് തന്നതാണ്. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഫാനും ഫ്രിഡ്ജും തന്നായിരുന്നു. ഇപ്പോൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞാൽ? 15 വർഷമായി. ഫാൻ എങ്ങനെയുണ്ട്? അന്ന് കുഴപ്പമില്ല, അന്ന് കല്യാണത്തിൻ്റെ സമയത്ത് വളരെ നന്നായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇച്ചിരി ഒച്ചയ്ക്കാണ്, ടക്ക് 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 എന്നൊക്കെയുള്ള ഒച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എടുത്ത് കളഞ്ഞോ? ഇല്ല. ഫ്രിഡ്ജ് എങ്ങനെയുണ്ട്? ഫ്രിഡ്ജും തുടക്കത്തിൽ നല്ല ഇതൊക്കെയാണ്. ഇപ്പോൾ ആ വീട്ടിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് മുഴുവൻ ഒച്ച കേൾക്കാം, അതുപോലത്തെ ശബ്ദമുണ്ട്. എന്നിട്ട് എൻ്റെ ഫ്രിഡ്ജ് കളയാത്ത? അത് കല്യാണത്തിൻ്റെ സമയത്ത് കിട്ടിയതാ. കല്യാണത്തിൻ്റെ സമയത്ത് കിട്ടിയ പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനം ഫ്രിഡ്ജും ഫാനും, അതൊക്കെ 15 വർഷമായതാ, ഇപ്പോഴും വെച്ചോണ്ടിരിക്കുക. ഇച്ചിരി വെറുക്കുന്ന അപ്പനും അമ്മേനൊക്കെ എടുത്ത് കളയാൻ പോകും. നോക്കിക്കേ, നമ്മളൊക്കെ അധപ്പതിച്ചു. ഹല്ലേലൂയ. അധപ്പതിച്ചു. ഹല്ലേലൂയ. ഇനി കുടുംബത്തിനെതിരായിട്ട് നിൽക്കുന്ന ചില പാപങ്ങളുണ്ട്. പ്രത്യേകിച്ച് 4 പാപങ്ങൾ. ആ പാപത്തെ കൂടെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. കുടുംബത്തിനെതിരായിട്ടുള്ള ഒന്നാമത്തെ പാപമാണ് അഡൾട്ടറി, വ്യഭിചാരം. വ്യഭിചാരത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ കേട്ടു. ഹല്ലേലൂയ. ഇന്നലെ കേട്ടോ ഇല്ലയോ? വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലയോ? പറഞ്ഞേ. ഇന്നലെ അച്ഛൻ പറഞ്ഞോ? വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞോ? 6-ാം പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞോ? ആസക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഏതൊക്കെയായാലും ബൈബിളിൽ ഒത്തിരി വചനങ്ങളുണ്ട് വ്യഭിചാരത്തെക്കുറിച്ച്. വ്യഭിചാരത്തിൽ അകപ്പെടരുത്. ദാവീദിന്റെ കാര്യം പറഞ്ഞു. യൂദത്തിന്റെ പുസ്തകത്തിൽ നിന്നെല്ലാം വചനമെടുത്ത് പറഞ്ഞ് നമ്മൾ കേട്ടു. അതുകൊണ്ട് ഓർക്കുക, കുടുംബത്തിനെതിരായിട്ടുള്ള പാപമാണ് വ്യഭിചാരം. വ്യഭിചാരം ചെയ്യരുത്. 6-ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപം, അത് കുടുംബത്തിനെതിരായിട്ടുള്ള പാപമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഓർത്തിരിക്കുക. രണ്ടാമതൊരു കാര്യമാണ് സെപ്പറേഷൻ. അകന്നു കഴിയുക. ഹല്ലേലൂയ. അകന്നു കഴിയുക. അതായത് ഭാര്യ സിംഗപ്പൂരാണ്, ഭർത്താവ് നാട്ടിലാണ്, അല്ലെങ്കിൽ ഭർത്താവ് സിംഗപ്പൂരാണ്, ഭാര്യ നാട്ടിൽ. അകന്നു കഴിയുമ്പോൾ പിശാച് വരും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹവ്വ ഒരുമിച്ചിരിക്കാനായിട്ട് വിളിച്ചതാ. പക്ഷെ ആദം കിടന്നുറങ്ങിയപ്പോൾ ഹവ്വ മരച്ചോട്ടിൽ പോരുന്ന കാറ്റുകൊണ്ട് പിശാച് കടന്നു വന്നു. ജീവിതത്തിൽ ഓർക്കുക, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കുന്നില്ല. കുറെ ജോലിക്കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയമൊക്കെ അനുവദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയമൊക്കെ ഓക്കെ. പക്ഷേ കൂടുതൽ കാലം അകന്നു ജീവിച്ചാൽ, 2 ശരീരങ്ങളായിട്ട് ജീവിച്ചാൽ, ഒന്നു ചേരുന്നില്ല എങ്കിൽ, ഐക്യപ്പെടുന്നില്ല എങ്കിൽ ഓർക്കുക, പിശാച് കടന്നു വരും, മറ്റുള്ളവരെയൊക്കെ കൊണ്ടുവരും, തകർന്നു പോകും. ഹല്ലേലൂയ. ഭാര്യ നാട്ടിലാണ്, ചേട്ടൻ ഇവിടെയാണ്. കുറെ കഴിയുമ്പോൾ അവിടെ വേറെ വല്ല ചേട്ടന്മാരുടെയും കൂടെ പോകും. അതുകൊണ്ട് ഓർത്തിരിക്കുക, അകന്നു ജീവിക്കുന്നത് കുടുംബത്തെ തകർക്കും. വളരെ കാലം അകന്നു ജീവിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കും. കുടുംബ ബന്ധത്തിനെതിരായിട്ടുള്ളൊരു പാപമാണ് അകന്നു ജീവിക്കുന്നത്. 3-ാമത്തെ പാപമാണ് വിവാഹമോചനം. എനിക്ക് വേണ്ട, ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. ഇയാൾ ശരിയല്ല, ഇയാൾ സംശയപ്രകൃതിയാണ്, അതുകൊണ്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. എനിക്ക് വേണ്ട, ഇല്ലേലും എനിക്ക് ജീവിക്കാം. ഓർക്കുക, വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. മലാക്കി പ്രവചനം 3:17, 16-17 വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും വലിയൊരു പാപം, ഈ നൂറ്റാണ്ടിനെ കാർന്നു തിന്നുന്ന, നമ്മൾ മലയാളികളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പാപമാണ്, കുടുംബത്തിനെതിരായിട്ടുള്ള ഒരു പാപമാണ് മക്കളെ വേണ്ട എന്ന് തീരുമാനം എടുക്കുക. ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകുക. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1:28 വചനം, 1-ാം അധ്യായത്തിന്റെ 28 വചനം വായിച്ചേ. ഉൽപ്പത്തി 1:28 ഉച്ചത്തിൽ വായിച്ചേ. സന്താനപുഷ്ടിയുള്ളവനായിട്ട് പെരുകുവിൻ. ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഒന്നു ചേർക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതാണ് സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകുവിൻ. ഹല്ലേലൂയ.
സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകിയിട്ട് ഈ ഭൂമുഖത്തെ കീഴ്പ്പെടുത്തുവാനാണ് പറഞ്ഞത്. ഒരു കൊച്ച്, അരക്കൊച്ച്, അതൊന്നുമല്ല ദൈവം ആഗ്രഹിച്ചത്. നമുക്കുള്ളതൊക്കെ ഒരു കൊച്ചൊക്കെയാണ്. അതൊരു കൊതുക് കുത്തുമ്പോഴത്തേക്കും ചിക്കൻ കുനിയ വരും, മരിച്ചു പോകും, പിന്നെ ആരുമില്ല. ഹല്ലേലൂയ. പലരും പ്രവാസികളായിട്ടുള്ള പലരുടെയും കുഴപ്പമാണ്. നാട്ടിൽ വലിയ വലിയ ബംഗ്ലാവൊക്കെ പണിതിട്ട്, വലിയ കൊട്ടാരം പോലെ പണിതിട്ടുണ്ട്, പക്ഷെ അകത്ത് സിമിത്തേരിയ, ആരുമില്ല. സിമിത്തേരിയ വലിയ വീടാ, പക്ഷെ കുഞ്ഞുങ്ങളില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നത്. വലിയ അനുഗ്രഹമാണ്. അബോർഷൻ ചെയ്യരുത്, അതെല്ലാം പാപമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക, ദൈവം തരുന്നത് കൈനീട്ട് വാങ്ങിക്കുക. ഹല്ലേലൂയ. മക്കളെക്കുറിച്ച് വീണ്ടും കേൾക്കും. ഇന്ന് മുഴുവൻ കുറച്ച് നിങ്ങൾ അധികമായിട്ട് കേൾക്കും. ഒരുപക്ഷെ ജോഷി എന്തെങ്കിലും പറഞ്ഞും കാണുമായിരിക്കും. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. ഉൽപ്പത്തി വേറൊരു വചനം കൂടെ ഉണ്ട്, ജെറമിയ പ്രവചനത്തിന്റെ 29:6 ഒന്ന് വായിച്ച്. 29:6 ജെറമിയ 29:6. വചനം പറയുകയാണ്, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ മക്കൾക്ക് പ്രായപൂർത്തിയാവും, അവരെയും കെട്ടിച്ചു അയക്കുവിൻ, അവർക്ക് മക്കളുണ്ടാകട്ടെ. ബൈബിൾ പഠിപ്പിക്കുക. വിവാഹം കഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ പറഞ്ഞേ? കട്ടൻ കാപ്പി തിളപ്പിച്ചു തരാനല്ല, ഹല്ലേലൂയ. ഹണിമൂണ് പോകാനല്ല. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുക. ദൈവം പറഞ്ഞിരിക്കുക, അനുഗ്രഹമാണിത്. ഇത് അനുഗ്രഹമാണ്. വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകാതിരിക്കട്ടെ. ബൈബിൾ പറയുക, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകാതിരിക്കട്ടെ. ഇന്ന് പല കുടുംബങ്ങളും അന്യം നിന്ന് പോകുക. കാരണം ഇതാ, മക്കളില്ല. മക്കൾ ഉണ്ടാകട്ടെ. വലിയൊരു തുറവി, മക്കളെ സ്വീകരിക്കാനുള്ള തുറവി, അനുഗ്രഹം സ്വീകരിക്കാനുള്ളത് ഏറ്റവും വലിയ മാർഗമാണ്. മക്കളുണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എത്ര മക്കൾ വേണമെന്ന് ഇപ്പത് പറഞ്ഞു. എത്ര മക്കൾ വേണം പറഞ്ഞു? അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുക. എത്ര മക്കൾ വേണം പറഞ്ഞേ? വേണ്ടേ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അച്ഛനൊരു പ്രാർത്ഥന നടത്താൻ പോവുക. ഒരു 12 മക്കളുണ്ടാകട്ടെ. 12 ഒരു പൂർണ്ണമായ നമ്പറാണ്. ബൈബിളിൽ 12 എപ്പോഴും ദൈവം 12ആയിട്ട് ബന്ധപ്പെട്ടാ പറയുന്നത്. 12 ഗോത്രങ്ങൾ, ഈശോ 12 ശിഷ്യന്മാര്. ഇനി അത്ഭുതം പ്രവർത്തി. അപ്പം വർദ്ധിപ്പിച്ചു. എത്ര കൊട്ടയിലാണ് ശേഖരിച്ചത്? 12 കൊട്ടയിലാണ് ശേഖരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരു 12 മക്കളുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുകുത്ത് നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് 12 മക്കളുണ്ടാകാനായിട്ട്. ഇനി നിങ്ങൾക്ക് 12 തീറ്റി പോറ്റാനൊന്നും പറ്റിയല്ല, എനിക്ക് കുഴപ്പമില്ല. ആ 12 നിങ്ങൾക്ക് 2 മതിയെങ്കിൽ അതിന് 2 വെച്ച് ബാക്കി ഉള്ള 10 അച്ഛനാകാനും സിസ്റ്ററാകാനൊക്കെ പറഞ്ഞു വിട്ടുക, സഭയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടേ. പക്ഷെ 12 മക്കൾക്ക് ജന്മം കൊടുക്കണം. കുറഞ്ഞത് 12 മക്കൾക്ക്. കൈകൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ. ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകി ഈ ലോകത്തെ കീഴടക്കുവാൻ, സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകി സിംഗപ്പൂരിനെ കീഴടക്കുവാനുള്ള കൃപ, സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകി ഇന്ത്യ മഹാരാജ്യത്തെ കീഴടക്കുവാനുള്ള കൃപ, ലോകത്തെ കീഴടക്കുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. കരുണയുള്ള ദൈവമേ, കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നൽകണമേ. മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. ശക്തരായ മക്കളെ നൽകണമേ. ഒത്തിരി കുഞ്ഞുങ്ങളെ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ശ്മശാനമായി സെമിത്തേരിയായിട്ട് മാറാതിരിക്കട്ടെ. സമൃദ്ധി നൽകണമേ. 12 കുട്ട നിറയെ മക്കൾ അപ്പം ശേഖരിച്ച ദൈവമേ, 12 മക്കളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഉച്ചത്തിൽ സ്തുതിക്കുക. ദൈവമേ, അനുഗ്രഹിക്കണമേ എല്ലാ മക്കൾക്കും. നിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക്, സ്തുതിക്കുന്ന എല്ലാ മക്കൾക്കും സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. 12 കുഞ്ഞുങ്ങളെ നൽകണമേ. ഇഷ്ടം പോലെ മക്കളുണ്ടാകട്ടെ. സംഖ്യ കുറഞ്ഞു പോകാതിരിക്കട്ടെ. ഒത്തിരി മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. അനുഗ്രഹം നൽകണമേ. എന്നെ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്ന എന്നെയാണ് സ്വീകരിക്കുന്ന ദൈവമേ, ഈ മക്കൾക്ക് കുഞ്ഞുങ്ങളിലൂടെ അങ്ങേ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, അത്യുച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കുറച്ചുകൂടി ശബ്ദമേർത്തി ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ.
മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട്, ജീവിത പങ്കാളിയെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 യേശു 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 യേശു, ഹല്ലേലൂയ, 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 യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവ ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കൊമ്പിടുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലിരിക്കാം. ചെറിയ ഒരു ബ്രേക്കാണ്, ഷോർട്ട് ബ്രേക്കാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഉപവാസമാണ് ഇന്നത്തെ ദിവസം. ആർക്കെങ്കിലും ഭക്ഷണം അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യമുള്ളവർക്ക്, ഉപവസിക്കാൻ സാധിക്കാത്തവർക്ക് ഭക്ഷണം ചിലപ്പോൾ താഴെ ലഭിക്കുന്നതാണ്. ഒരു മാറ്റമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. പുറത്തു പോകാൻ അത്യാവശ്യമുള്ളവരും, വലിയ ബ്രേക്കില്ല, വെറും 15 മിനിറ്റ് മാത്രമാണ് ഇപ്പോഴത്തെ ബ്രേക്ക്. ആരാധന ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. എത്ര പേര് കുമ്പസാരിക്കാൻ ബാക്കിയുണ്ട്? ദയവായി കൈ ഉയർത്താമോ? കുമ്പസാരിക്കാൻ ബാക്കിയുള്ളവർ കൈകൾ താഴ്ത്താം. അനേകർ ഇനിയും കുമ്പസാരിക്കാനായിട്ടുണ്ട്. അവരും കുമ്പസാരിച്ച് കഴിഞ്ഞവരും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തു പോകുന്നവരും പരിപൂർണമായ നിശബ്ദതയിൽ ഈ നിമിഷങ്ങളിൽ ഈ സമയമെല്ലാം ചിലവഴിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ ഇരുന്ന് പരമാവധി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളോർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളോർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളോർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകേണമേ.
കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകേണമേ.